ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ് മക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നോക്കൂ നിങ്ങൾ, ഇൻഫോർമൽ ലെറ്റർ ഓർ മെയിൽ. കണ്ടോ, ലെറ്റർ ഓർ മെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താ സാറേ, നേരത്തെ നിങ്ങൾ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്ന സംഗതി കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫോർമൽ ലെറ്ററിന് പകരം, അത് ലെറ്ററിന് പകരം മെയിൽ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കണേ, ഇതില്ല ഈ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ലെറ്റർ മെയിൽ ആണെങ്കിൽ എന്റെ കുട്ടികൾ ഒരു ബോക്സ് വരക്കുന്നു, ആ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ബോക്സ് വേറെ കൊടുക്കുന്നു അല്ലേ? ആ ബോക്സിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നുണ്ട്, ടു ആർക്കാണോ അയക്കുന്നത് അത് കൊടുക്കുന്നു അല്ലേ? ദെൻ സി സി എന്ന് പറഞ്ഞ കാർബൺ കോപ്പി ആർക്കാണോ അയക്കുന്നത് അത്. ദെൻ ബി സി സി എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി അല്ലേ? അങ്ങനെ നമ്മൾ അവിടെ അഡ്രസ് കൊടുത്താലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് എന്താ മക്കളെ, നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് സി, ഇവിടെയാണ് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത്ര വര വേണ്ടല്ലോ പഠിച്ചോന്നെ. സി, യെസ്, നോക്കൂ, യെസ്, ഇത്രയും കൊടുത്തിട്ടോ. ഇനി ഈ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത്. ഇവിടെ നമ്മൾ എഴുതേണ്ട സാധനമാണ് മെയിൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു സെൻഡ് ബോക്സ് കൊടുക്കാൻ പറ്റും, സെൻഡ് എന്ന് പറഞ്ഞാൽ അയക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇമെയിൽ ആയി കഴിഞ്ഞു എന്ന്. അപ്പൊ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൽ ആണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഞാൻ പഠിപ്പിക്കുന്ന ലെറ്ററിന് പകരം ചോദ്യം വന്നത് മെയിൽ ആണെങ്കിൽ ലെറ്റർ 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 എന്നുള്ളടുത്ത് മെയിൽ മെയിൽ എന്നാക്കി കൊടുത്താൽ എന്തായി മാറി പറ, മെയിലായി മാറും കേട്ടോ. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി മെയിലാണ് അയക്കാനുള്ളത് ടു raju@gmail.com അല്ലെ? CC BCC ഒന്നും നിങ്ങൾ അയക്കണ്ട. പിന്നെന്താ കൊടുക്കേണ്ടത് പറ. ഇവിടെ സബ്ജക്റ്റ് ഒരു ബോക്സ് വരുന്നുണ്ട്, സബ്ജക്റ്റ്, സോറി സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് പോലും നിങ്ങൾ ഫ്രണ്ട്ലിക്ക് എഴുതണ്ട, ഒഫീഷ്യൽ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സബ്ജക്റ്റ് കൊടുത്താൽ മതി കേട്ടോ. സി, അപ്പൊ നോക്കിക്കോളൂ, ഇനി അടിയിൽ കൊടുക്കേണ്ട ഈ ബോക്സിൽ കൊടുക്കേണ്ട കോണ്ടന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. നെയിം ഓഫ് ദി സെൻഡർ. സി, ഇതൊന്നും നമ്മൾ കൊടുക്കണ്ട കേട്ടോ, ശ്രദ്ധിക്കണേ, ഇത് കൊടുക്കണ്ട കേട്ടോ. ഇത് ഫ്രണ്ട്ലി അല്ലേ? ഫ്രണ്ട്ലി ആകുമ്പോൾ ഇത് ലെറ്റർ ആണെങ്കിൽ ഇത് കൊടുത്തോളൂ, മെയിൽ ആണെങ്കിൽ കൊടുക്കണ്ടാന്ന്. ഡിയർ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഹൗ ആർ യു, സുഖാണോ? ആൻഡ് ഹൗ ദ തിങ്സ് ആർ ഗോയിങ്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഐ ഹോപ്പ് യു ആർ ഫൈൻ ദെയർ, നിങ്ങൾക്ക് അവിടെ സുഖാന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഓൾവേസ് റിമെമ്പർ യു, ഞാൻ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കലുണ്ട്. ഐ റിസീവ്ഡ് ദ ലാസ്റ്റ് ലെറ്റർ വിച്ച് യു സെൻഡ് ടു മീ, നിങ്ങൾ എനിക്ക് അയച്ച കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് അയച്ച. ഐ എം പ്രൗഡ് ഓഫ് യു, നിങ്ങളിൽ ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ. ഐ റെഡ് ഇറ്റ് ആൻഡ് ഫെൽറ്റ് വെരി ഹാപ്പി അല്ലേ? ഞാനത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ദുഃഖമാണെങ്കിലോ പറ, ഭയങ്കര ദുഃഖമായി. ബട്ട് ഐ കുഡന്റ് റൈറ്റ് എ റിപ്ലൈ ഫോർ യുവർ ലെറ്റർ, എനിക്ക് നിങ്ങളെ കത്തിനൊരു മറുപടി അയക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ പ്രോബ്ലംസ്, എൻ്റെ തിരക്ക് കാരണം. ഐ എം വെരി ഹാപ്പി ടു സേ സംതിങ് അല്ലേ, വെരി സീരിയസ്. ഞാൻ വളരെ സന്തോഷത്തിലൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ ദുഃഖത്തിലൊരു കാര്യം പറയട്ടെ, വളരെ സീരിയസ് ആണത്. ഇൻ ദിസ് ടൈം, ഈ ഒരു സമയത്ത്, യു നോ ദാറ്റ്, എന്താണെന്ന് അറിയോ? ഇവിടെ ആ വിഷയം എഴുതി കൊടുക്കുക, എന്താണോ നിങ്ങൾക്ക് പറയാനുള്ള വിഷയം ഉണ്ടാവില്ലേ, അത് എഴുതി കൊടുക്കുക. അതിനുശേഷം നോക്കൂ ലാസ്റ്റ്, എനിവേ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് വെൽ, എൻ്റെ ഫീലിംഗ്സും ഇമോഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ ഹാവ് സോ മച്ച് ടു സേ, ഇനിയും ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ ലെറ്റർ. കണ്ടാ, ഈ ലെറ്റർ എന്നുള്ളടത്ത് മെയിൽ എന്നാക്കി കൊടുത്താൽ എന്തായി പറ, അത് മെയിലായി അല്ലേ? ഞാൻ എൻ്റെ ലെറ്റർ ദീർഘിപ്പിക്കുന്നില്ല, എക്സ്പ്ലെയിനിങ് മച്ച് അബൌട്ട് ഇറ്റ്, ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല എന്ന്. ഇഫ് യു ഗെറ്റ് എ ഫ്രീ ഡേ, നിങ്ങൾക്ക് ഒരു ഫ്രീ ദിവസം കിട്ടുകയാണെങ്കിൽ യു ഷാൾ കം ഹിയർ, തീർച്ചയായിട്ടും നിങ്ങളോട് വരണം കേട്ടോ. ഐ ഹോപ്പ് യു വിൽ ഗിവ് എ റിപ്ലൈ ടു ദിസ് ലെറ്റർ. കണ്ട, ഈ ഒരു ലെറ്ററിന് നിങ്ങൾ മറുപടി തരുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മെയിലാണെങ്കിൽ ലെറ്ററിന് മാറ്റി മെയിലാക്കിയാൽ മതി. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഈ ഒരു ബോക്സിൽ എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ? ഐ കൺക്ലൂഡ് മൈ ലെറ്റർ, convey my regards to all, wish you all the best, expecting a reply from you, yours lovingly Vanaja. എഴുതി കൊടുത്താൽ മക്കളെ കിട്ടി, മാർക്ക് പോകുന്നു കേട്ടോ. പലരും സാറേ ഇതൊക്കെ പഠിക്കണോ അങ്ങനെയൊക്കെ ചോദിക്കോ, നിങ്ങളൊന്ന് കണ്ടുവെക്കടാ, നിങ്ങളൊന്ന് കേൾക്ക്, വീഡിയോ കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ എഴുതാനുള്ള കുറച്ച് പോയിന്റ്സ് ഇതിൽ നിന്ന് കിട്ടുംന്ന്. നിങ്ങൾക്ക് ഓപ്ഷനിലുള്ളത് ബാക്കിയുള്ളതൊക്കെ ടഫ് ആണെങ്കിൽ അപ്പൊ എഴുതാൻ ഇതൊരു കാരണമാവൂല്ലേ? അപ്പൊ ഇതിൽ നിന്ന് കുറെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടണില്ലേ? എഴുതി വെക്കുക കേട്ടോ. സോ ഗെറ്റ് റെഡി മൈ ഡിയർ സ്റ്റുഡൻസ്. വീഡിയോ ഇഷ്ടമെങ്കിൽ അടിയിൽ നല്ലൊരു കോമന്റ് അയക്കുക. മാത്രമല്ല, ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ നമ്മൾ വീഡിയോസ് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. ബൈ, സീ യു ദേർ.